ഹായ് ഡേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്. ഇന്ന് ഞാൻ അപ്സ്റ്റോക്കിൻ്റെ ഒരു കിഡിലൻ ഫീച്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. സ്കാൽപ്പർ ടൂള്. പല ബ്രോക്കേഴ്സിലും അല്ലെങ്കിൽ പല ആപ്ലിക്കേഷനും ആളുകൾ പെയ്ഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്കാൽപ്പർ. എന്നാൽ അപ്സ്റ്റോക്കിൽ ഇത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇന്ത്യയുടെ ഏറ്റവും തന്നെ വലിയ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഇനിയും ഓപ്പൺ ചെയ്യാത്ത ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ഫ്രീ ആണ്. അപ്പോൾ എന്താണ് സ്കാൽപ്പർ എന്നുള്ളതാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ പ്ലാറ്റ്ഫോം ഞാൻ ഓപ്പൺ ചെയ്തു. പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തു. ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് ഈ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഐക്കണിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഐക്കണിൽ മൊബൈലിലും ഇതേപോലെ തന്നെയാണ്, ഇപ്പോൾ ലാപ്പിലാണ് കാണിക്കുന്നത്. ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഒരു സിംഗിൾ ക്ലിക്ക്. പ്ലാറ്റ്ഫോംസ്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ പ്രോ വെബും ചാർട്ട് 360 ട്രേഡിംഗ് വ്യൂവും സ്കാൽപ്പറും എല്ലാം തന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഈ സ്കാൽപ്പറാണ് ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നേരെ സ്കാൽപ്പർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് സ്കാൽപ്പർ വരാണ്. അപ്പോൾ ഇത് സിങ്ക്രണൈസ് ചെയ്യാണ്. നമ്മൾ നെറ്റ് സ്ലോ ആണ് എൻ്റെ ഇന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് സമയം എടുക്കുന്നത്. അത്ര സമയം എടുക്കാറില്ല. ഓക്കെ. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് വന്നു. 3 ചാർട്ട് ഇവിടെ ഓപ്പണായി. ഇവിടെ ഞാൻ ഏറ്റവും ടോപ്പിൽ നിഫ്റ്റിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇവിടെ ആദ്യം സെലക്ട് ആയിട്ടുള്ളത്. നിഫ്റ്റിയുടെ എന്താണ് നിഫ്റ്റിയുടെ എക്സ്പയറി 16 സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ എക്സ്പയറി. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ്, അതായത് നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ ഇവിടെ കാണാം. അറ്റ് ദ മണിയിലുള്ള നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ഇവിടെ കാണാം. അറ്റ് ദ മണിയിലുള്ളത് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് നമ്മളുടെ എക്സ്പയറി ഏറ്റവും നിയറസ്റ്റ് എക്സ്പയറി ഇവിടെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പയറി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സിൻ്റെ എക്സ്പയറി വന്നു, ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വന്നു. അപ്പോൾ ഓരോന്നും എടുക്കുമ്പോഴും നമ്മൾ ആ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടും ബാങ്ക് നിഫ്റ്റിയുടെ അറ്റ് ദ മണി കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിഫ്റ്റിയിലേക്ക് തിരികെ പോവാണ്. അപ്പോൾ ഇവിടെ തിരികെ പോകുന്ന സമയത്ത് നിഫ്റ്റിയുടെ സ്പോട്ട്, നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ കാണാം. നിഫ്റ്റിയുടെ ചാർട്ടിൻ്റെ കോൾ ഓപ്ഷൻ കാണാം. ഇവിടെ പുട്ട് ഓപ്ഷൻ കാണാം. ഇവിടെ ഏറ്റവും എനിക്ക് വളരെയധികം പ്രത്യേകത തോന്നിയ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് കീസ് ഉണ്ട്. കോള് ബൈ ചെയ്യാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്ലസ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോള് ബൈ ആവും. ഏത് ബൈ ആവുന്നത്? അറ്റ് ദ മണിയിലുള്ള കോള് ബൈ ആവും. ഷിഫ്റ്റ് പ്ലസ് ലാപ്പിൻ്റെ അപ്സൈഡ് പോണ ആ ഒരു കീ. അതുപോലെ തന്നെ പുട്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ എന്താണ്? ഇവിടെ ഓൾട്ട് പ്ലസ് അപ്പാരോ. ലാപ്ടോപ്പിലെ നമ്മുടെ കീബോർഡിൻ്റെ ഓൾട്ട് പ്ലസ് അപ്പാരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് ബൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വ്യൂ അനുസരിച്ച് പെട്ടെന്ന് തന്നെ സ്കാൽപ്പ് ചെയ്യാം. സ്കാൽപ്പേഴ്സ് എല്ലാം തന്നെ ഒരു 3-4 മിനിറ്റ് മാത്രമാണ് ഹോൾഡ് ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് കാണാം സ്കാൽപ്പേഴ്സിൻ്റെ ഓവറോൾ PNL-ഉം കൂടാതെ തന്നെ നമ്മുടെ ടെംപ്ലേറ്റ് PNL-ഉം ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇവിടെ എക്സിറ്റ് പൊസിഷൻ ഇവിടെ നിന്ന് തന്നെ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് തന്നെ എക്സിറ്റ് പൊസിഷൻ ചെയ്യാം. ഇവിടെ ക്യാൻസൽ ഓർഡറും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടും അതിൽ ഏതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ചാർട്ടും അതിൻ്റെ കോൾ ഓപ്ഷൻ്റെ അറ്റ് ദ മണി അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും അറ്റ് ദ മണി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല ഇവിടെ വേറൊരു ഫീച്ചേഴ്സും കൂടിയും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കോൾ ഓപ്ഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ വരും. ഈ കോൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരും. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്ഷൻ ചെയിൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നിഫ്റ്റിയിൽ ഇവിടെ ഈ ചാർട്ടിൽ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരൊറ്റ സ്ക്രീന് നമ്മളുടെ ഓപ്ഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓവറോൾ PNL, ഷോർട്ട് കീസ്, കൂടാതെ തന്നെ ഓപ്ഷൻ ചെയിൻ. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വേറെ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ നമുക്ക് വേറെ സ്ക്രിപ്റ്റൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ് അപ്സ്റ്റോക്ക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ എനിവേ നമ്മളിപ്പോൾ ഒരു സ്കാൽപ്പർ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല. അതല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഇതൊന്നും തന്നെ ഇവിടെ വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ സ്ട്രൈക്ക് വേണമെങ്കിൽ വേറെ സ്ട്രൈക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിഫ്റ്റിയിലേക്ക് തിരികെ വന്നു, ഓപ്ഷൻ ചെയിൻ എടുത്തു.
ഇനി വേറെ സ്ട്രൈക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ സ്ട്രൈക്ക് നമ്മൾ പ്രീമിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്ട്രൈക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ സ്ട്രൈക്കുകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ട്രൈക്ക് മാനുവലി സെർച്ച് വേണ്ട, അതുപോലെ തന്നെ മാനുവലി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു സിംഗിൾ ക്ലിക്കിൽ കാര്യങ്ങളെല്ലാം തന്നെ ട്രൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഈ സ്കാൽപ്പർ ടൂൾ കൊണ്ട് അപ്സ്റ്റോക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് തികച്ചും ഫ്രീ ആണ്. ഫസ്റ്റ് അക്കൗണ്ടിൽ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ടൂൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരു അപ്സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ വീഡിയോ ആയിട്ട് എത്താം. താങ്ക് യു.